6 ഗൾഫ് രാജ്യങ്ങൾ ഒരൊറ്റ ടൂറിസ്റ്റ് വിസയിൽ സഞ്ചരിക്കാവുന്നതാണ് പുതിയ ഏകീകൃത ടൂറിസ്റ്റ് വിസ സംവിധാനം. നേരത്തെ തന്നെ ഇത് പ്രഖ്യാപിച്ചിരുന്നു. ഈ വർഷം അവസാനത്തോടുകൂടി ഇത് യാഥാർത്ഥ്യമാകുന്നു എന്നാണ് അറിയുന്നത്. UAE, സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഒരൊറ്റ ടൂറിസ്റ്റ് വിസയിൽ സഞ്ചരിക്കാം. മാത്രമല്ല ഒരു രാജ്യത്ത് പല തവണ, ഒന്നിലധികം തവണ സഞ്ചരിക്കാൻ അവസരമുണ്ടാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സൗദി തലസ്ഥാനമായിട്ടുള്ള റിയാദിൽ GCC രാജ്യങ്ങളിലെ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പാസ്പോർട്ട് മേധാവികളുടെ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമുണ്ടായത്. GCC ജനറൽ സെക്രട്ടറി ജനറലാണ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്യുന്നത്. ജാസിം അൽ ബുദൈവി ഇദ്ദേഹമാണ് ഇക്കാര്യം ഇങ്ങനൊരു തീരുമാനമുണ്ടായതായിട്ട് അറിയിക്കുന്നത്. ഏതായാലും ഈ വർഷം അവസാനത്തോടു കൂടി ഇത് യാഥാർത്ഥ്യമാകുമെന്ന് അറിയിക്കുന്നു. മാത്രമല്ല ഇതിൻ്റെ ഒരു കാലാവധി സംബന്ധിച്ചൊരു സൂചന ഇപ്പോൾ ലഭിക്കുന്നത് 30 ദിവസം മുതൽ 90 ദിവസം വരെ ആയിരിക്കും ഈ വിസ കാലാവധി. ഇപ്പോൾ UAEയിൽ വരികയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ഇവിടെ വരികയും ഇവിടെ നിന്ന് സ്വദേശത്തേക്ക് തിരിച്ചു പോകാനും അവസരമുണ്ടാകും. ബിസിനസ്സുകാർക്ക്, ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്കൊക്കെ, വിനോദസഞ്ചാര കാര്യങ്ങൾക്ക് എത്തുന്നവർക്ക്, അതോടൊപ്പം തന്നെ പഠനം, ഗവേഷണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എത്തുന്നവർക്കൊക്കെ ഈ വിസ വലിയ ആശ്വാസമാകും. യൂറോപ്പിലുള്ള ഷെങ്കൻ വിസ രീതിയിലായിരിക്കും ഈ ഏകീകൃത ടൂറിസ്റ്റ് വിസ നടപ്പാക്കുക എന്നതാണ് അറിയുന്നത്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമെന്നും അതോടൊപ്പം തന്നെ എത്രയായിരിക്കും ഇതിൻ്റെ നിരക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഏതായാലും 2025 അവസാനത്തോടു കൂടി GCC രാജ്യങ്ങളെല്ലാം സഞ്ചരിക്കാവുന്ന ഏകീകൃത ടൂറിസ്റ്റ് വിസ യാഥാർത്ഥ്യമാകുമെന്നാണ് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലിനൊപ്പം സുരേഷ് പള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.